ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജിലോട്ടാണ്. അപ്പോൾ ഇത് കുറേ നാൾ മുന്നെടുത്ത വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കും ഗ്ലോബൽ വില്ലേജിൽ വരണമെന്ന്, ബട്ട് ഒന്നില്ലെങ്കിൽ അത് ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ടൈം കിട്ടാറില്ല, അതാണ് ഉണ്ടാവാറ്. ബട്ട് ഫൈനലി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഗൗതു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ബിക്കോസ് ഓരോ 1 by 1 അല്ലേ കയറുക, അതുകൊണ്ട് അവളത് ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്തു. ഞാൻ എന്താ കയറി ഗൈസ്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്മോക്ക് ബോൾസ് കണ്ടു. അപ്പോൾ നമുക്കത് കഴിക്കണം എന്ന് തോന്നി, അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. സംഭവം വാസ് നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി സംഭവം. കുഞ്ഞൊക്കെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇതെന്തുവാന്നൊക്കെ വെച്ചിട്ട് കുഞ്ഞിക്ക് വായിലിടാനൊക്കെ പേടിയായിരുന്നു. പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്പ് കണ്ടു, അപ്പോൾ അത് വെച്ച് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. പിന്നെ എനിക്ക് ജയിൻറ്റ് വില്ലയിൽ പോകണമെന്നുണ്ടായിരുന്നു, ബട്ട് ഇങ്ങനത്തെ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ പോയില്ല. ഈ സ്വീറ്റ് ക്യാൻഡീസ് കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നു, എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് 1-2 ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ആ കഴിക്കണ ഉഷാറിൽ അതൊന്നും എടുത്തില്ല. ഇതേപോലെ നമ്മൾ കുറേ ഫുഡ് വാങ്ങിച്ചു. നമ്മൾ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഓരോ കൺട്രീസിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ, അതുപോലെ ഓരോ കൺട്രീൻ്റെ കൾച്ചർ കാണാനാണല്ലോ വന്നുള്ളത്. നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല, എന്താ വെച്ചാൽ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ നമ്മൾ വിഷുവിൻ്റെ പിറ്റേ ദിവസം കൊണ്ട് നമ്മളവിടെ ഫയർ വർക്ക്സ് എല്ലാം കണ്ടു. പിന്നെ അവിടെ ഏതോ ഒരാൾ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു, ആരാന്നൊന്നും എനിക്കറിയില്ല, ബട്ട് എനിക്ക് നല്ല ഇഷ്ടമായി, ആൾ സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ് വെച്ചാൽ നന്ദു ഇയറിങ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇയറിങ് ആട്ടോ നന്ദു എടുത്തത്, ഇപ്പം ഞാൻ തൊട്ട് കാണിക്കുന്നില്ല, അതാണ് അവളെടുത്തത്. ഞാനത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. പിന്നെ ഇവിടെ ഒരാൾ എന്നെയും ചേച്ചീനും ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു, ഇയറിങ്സിൻ്റെ ഒക്കെ അവിടെ. എന്തിനാവോ എന്തോ ഭയങ്കര സോപ്പിടലൊക്കെ ആയിരുന്നു, സംതിങ് ഫിഷി. എന്നിട്ട് ഫൈനലി അവനൊരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ട് അത് നന്ദുവിൻ്റെ കയ്യിലിട്ട് കൊടുത്തു സോപ്പിടാനായിട്ട്. എന്നെയും സോപ്പിട്ടു കുറച്ച്, എന്തോ ഉണ്ട്. പിന്നെ നമ്മൾ പാരീസിൻ്റെ അവിടെ അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തു. നമ്മൾ കുറേ പരിശ്രമത്തിന് ശേഷം കുറേ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. കുറേ നടക്കാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. പതുക്കെ എല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. നമുക്കൊരു തള്ളു കേൾക്കാം ഗൈസ്. നന്ദു, എന്താ ആഫ്രിക്കയിലത്തെ ആൾക്കാർ പറഞ്ഞത്? തള്ളാനുള്ള പ്രിപ്പറേഷൻ ഗൈസ്. പറഞ്ഞു ഇന്ത്യ കേരള നമ്മൾ ഫ്രണ്ട്സ് ആയി. You look so pretty. Your hands. പറ. Oh my god, this girl looks so pretty. അത്രേ പറഞ്ഞല്ലോ. പിന്നെ ആലോചിക്കണം. ഇത് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ. സത്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാ കുട്ടി. നമുക്ക് ആഫ്രിക്കയിലൊന്നും കയറി ചോദിക്കാം. ആ സമയത്ത് ഞാനുണ്ടായിരുന്നില്ല. സത്യമായിട്ട് അങ്ങനെ ഉണ്ടായില്ലേ? അവരെന്നോട് പറഞ്ഞു so pretty. അതിന്റെ എന്തെങ്കിലും പറഞ്ഞ അവിടെയുള്ള ആൾക്കാർ, ആഫ്രിക്കയിലുള്ള ആൾക്കാര് പിന്നെ കല്യാണം കഴിക്കണം പറഞ്ഞ സത്യം പറഞ്ഞല്ലോ. നമ്മള് തിരിച്ചു പോവാണ് ഗൈസ്. നടന്ന് പറ്റി. പക്ഷെ നൈസാണ്. നമ്മള് എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ 2 പേരുടെ നീണ്ട തള്ളിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഓക്കെ, നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്.
ഭയങ്കര വിശപ്പ്. നമ്മൾ എവിടേക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? വിഷുവിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എവിടേക്കാണ് പോണേ? കാണുന്നിടത്തേക്ക് നമ്മളവിടെ ബദൽഷം, അതെ അങ്ങനെ തന്നെയല്ലേ പറയാ, ബദൽഷം പറയണേ. നമ്മൾ പോവാണ് ഗായ്സ്. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് സീ. അങ്ങനെ അവൾ പറഞ്ഞ പോലെ നമ്മൾ വിഷുവിനുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഞാനൊരു ഷവർമ്മ, ഒന്നല്ല കുറച്ച്, 2-3 എണ്ണം തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെന്താ ഇതെന്തോ ബീഫ് എന്തോ സംഭവമായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞിട്ട് മൂന്നാമത്തെ ടേസ്റ്റ് യമ്മി 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 യമ്മി. അങ്ങനെ പറഞ്ഞേ. മറ്റേ കരച്ചൽ ബാവട്ടെ മറ്റേത് സിഗ്മഡ് അതല്ല, കരയിനി കരയിനി കരയിനി. കരച്ചിലിന് കളൊക്കെ ഭഗവാനിയെ. വേണ്ട 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 വേണ്ട. ഗൗത് ശരിക്കും നല്ല ഭംഗി. ഗൗതന ചിരി. അച്ഛാ കണിയോ കാണിക്കോ കൊണ്ടേണ്ടോ? ഇല്ല. എന്തിട്ട് അമ്മേനെ കാണാൻ അച്ഛൻ കണി കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു ഗൈസ്. പറഞ്ഞോ. ഇല്ല. അച്ഛൻ നോണ പറയാ. ശരിക്കും പോയിണ്ടോ? ഇല്ല. അപ്പണ്ട് അമ്മ പറഞ്ഞുണ്ട്. ഗൈസ് നമുക്ക് പോവാ, ഇവിടെ അടിയായി തുടങ്ങി. ബൈ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഗൈസ്. നമ്മൾ വിഷുവിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കണിയെല്ലാം ഒരുക്കി. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.